യുഎസിൽ സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുന്നതിനും വളർത്തുന്നതിനുമായി പൗരത്വമില്ലാത്ത സംരംഭകരെ സഹായിക്കുന്നതിനായി ഒരുങ്ങി യുഎസ് ഇമിഗ്രേഷൻ. ഇതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ എന്റർപ്രണർ റൂൾ, അതായത് IERന് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. USCIS അനുസരിച്ച് നിലവിൽ പുതുക്കിയ നിയമം ആഗോള പ്രതിഭകളെ ആകർഷിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും താൽക്കാലിക താമസം തേടുന്ന സംരംഭകർക്ക് വ്യക്തവും കാര്യക്ഷമവുമായ പ്രക്രിയ നൽകിക്കൊണ്ട് സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്റർനാഷണൽ എന്റർപ്രണർ റൂളിന് കീഴിലുള്ള ഒരു ആപ്ലിക്കേഷനെ പിന്തുണയ്ക്കുന്ന തെളിവുകളുടെ തരങ്ങളിൽ തങ്ങളുടെ പുതുക്കിയ നയമാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുവെന്നും സ്റ്റാർട്ടപ്പ് എന്റിറ്റിയിൽ അപേക്ഷകന്റെ കേന്ദ്രവും സജീവവുമായ പങ്കിനെയും എന്റിറ്റിയെ വളരുന്നതിനും വിജയിപ്പിക്കുന്നതിനുമായി തെളിവുകൾ നൽകുന്നതായും മാർഗനിർദ്ദേശം കൊണ്ട് വ്യക്തമാക്കുന്നതായും US ഇമിഗ്രേഷൻ വ്യക്തമാക്കി. കൂടാതെ യോഗ്യതയുള്ള നിക്ഷേപങ്ങൾ, സർക്കാർ അവാർഡുകൾ അല്ലെങ്കിൽ ഗ്രാന്റുകൾ എന്നിവ കാണിക്കാൻ കഴിയുന്ന തെളിവുകളുടെ കൂടുതൽ ഉദാഹരണങ്ങളും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. 2024 ഡിസംബർ 12 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ IERന് കീഴിലുള്ള അപേക്ഷകൾക്ക് ആവശ്യമായ ഡോക്യുമെന്റേഷനും തെളിവുകളും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ നൂതന ആശയങ്ങളും ബിസിനസ്സുകളും ഉപയോഗിച്ച് US സമ്പദ്വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് ആപ്ലിക്കേഷൻ പ്രക്രിയ കൂടുതൽ സുതാര്യവും ആക്സസ് ചെയ്യാവുന്നതുമാണ്. ഇനി എന്താണ് അന്താരാഷ്ട്ര സംരംഭ നിയമം എന്നത് അറിയാം. സ്റ്റാർട്ടപ്പ് വളർച്ചയ്ക്കും പൊതുപ്രയോജനത്തിനും ശക്തമായ സാധ്യതകളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. വിദേശ സംരംഭകരെ USൽ താൽക്കാലികമായി തുടരാൻ ഇതുവഴി IER അനുവദിക്കുന്നു. കൂടാതെ ഇത് അനുവദിച്ചിട്ടുള്ള സംരംഭകർക്ക് അവരുടെ ബിസിനസ്സുകൾക്ക് മാത്രമായി പ്രവർത്തിക്കാം. അതേസമയം അവരുടെ പങ്കാളികൾക്ക് വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാനും അർഹത നൽകുന്നുണ്ട്. വിദേശ സംരംഭകരെ USലേക്ക് ആകർഷിക്കുന്നതിലൂടെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി USCIS മാർഗനിർദ്ദേശങ്ങളിലെ പ്രധാന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ ആപ്ലിക്കേഷൻ പ്രക്രിയയുടെ 3 പ്രധാന മേഖലകളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യം, പുതിയ മാർഗനിർദ്ദേശം അപേക്ഷകർക്ക് അവരുടെ സ്റ്റാർട്ടപ്പിൽ അവരുടെ സജീവവും കേന്ദ്രവുമായ പങ്ക് എങ്ങനെ പ്രകടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. കൂടാതെ ബിസിനസിന്റെ വളർച്ചയ്ക്കും വിജയത്തിനും സംരംഭകന്റെ സംഭാവനകൾ തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളുടെ തരങ്ങളും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമതായി, US നിക്ഷേപകരിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പിന്തുണയുടെ തെളിവുകൾക്കായി മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിച്ച മാനദണ്ഡങ്ങൾ നൽകുന്നു. അത് അപേക്ഷയെ പിന്തുണയ്ക്കുന്നതിന് ലെറ്റർ ഓഫ് ഇന്റന്റ് അല്ലെങ്കിൽ റവന്യൂ ഡോക്യുമെന്റേഷൻ പോലുള്ള ഇതര തെളിവുകളും സ്വീകരിക്കുന്നു. മൂന്നാമതായി, സ്റ്റാർട്ടപ്പിന് കാര്യമായ പൊതുനേട്ടമുണ്ടാകുമെന്ന് തെളിയിക്കേണ്ടതിന്റെ പ്രാധാന്യം പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. കൂടാതെ യോഗ്യത നേടുന്നതിന് അപേക്ഷകർക്ക് ഈ ഒരു തെളിവ് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതവരുടെ ബിസിനസ് US സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്നുവെന്ന് ഉറപ്പിക്കുകയാണ് ഇതുവഴി. ഇനി അപേക്ഷാ പ്രക്രിയ പ്രോസസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ അപ്ഡേറ്റുകൾ പൂർത്തീകരിക്കുന്നതിനായി സംരംഭകന്റെ റോൾ, യോഗ്യതകൾ, സ്റ്റാർട്ടപ്പ് എന്റിറ്റിയുടെ ആവശ്യകതകൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് USCIS അതിന്റെ നയ മാനുവലിന്റെ ഭാഗങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. കൂടാതെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എങ്ങനെ പാലിക്കണമെന്നും ആവശ്യമായ ഡോക്യുമെന്റേഷൻ നൽകാമെന്നും സംരംഭകർക്ക് മികച്ച ധാരണ നൽകിക്കൊണ്ട് അപേക്ഷാ പ്രക്രിയ ലളിതമാക്കുന്നതിനായാണ് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ 2024 ഡിസംബർ 12 ശേഷം സമർപ്പിച്ചതോ തീർപ്പാക്കാത്തതോ ആയ എല്ലാ അപേക്ഷകൾക്കും അപ്ഡേറ്റ് ചെയ്ത മാർഗനിർദ്ദേശം ബാധകമാണ്. ഈ മാറ്റങ്ങൾ സംരംഭകർക്കുള്ള പുതിയ കാര്യക്ഷമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ അവർക്ക് ആവശ്യമായ തെളിവുകൾ അവതരിപ്പിക്കുന്നതിന് എളുപ്പമാക്കുകയും യോഗ്യതയുള്ള അപേക്ഷകർക്ക് പ്രോഗ്രാമിൽ നിന്ന് പ്രയോജനം നേടാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം IERന് കീഴിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ സ്റ്റാർട്ടപ്പിലെ തങ്ങളുടെ പങ്ക്, വളർച്ചയ്ക്കുള്ള ബിസിനസിന്റെ സാധ്യതകൾ, ആവശ്യമായ സാമ്പത്തിക പിന്തുണ രേഖകൾക്കൊപ്പം ഫോം I-941 സമർപ്പിക്കണം. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കായി അപേക്ഷകർക്ക് USCIS പോളിസി മാനുവൽ അപ്ഡേറ്റ് ചെയ്ത വിഭാഗങ്ങൾ റഫർ ചെയ്യാനും സാധിക്കും.